എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ചാലക്കുടി എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഞ്ജു, ടോവി, ദിലീപേട്ടൻ, റാഫേലേട്ടൻ, എല്ലാവർക്കും മറ്റ് കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിയുടെ ഭാരവാഹികൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഭയങ്കര സന്തോഷമുള്ളൊരു ഇവൻ്റാണ്. സഞ്ജു വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. സഞ്ജുവിൻ്റെ ഒരു ഏറ്റവും പുതിയ ഇനിഷ്യേറ്റീവാണ് റാഫേൽ അക്കാഡമി ഓഫ് ക്രിക്കറ്റ് എക്സലൻസ് ബൈ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ്. ഈ വളർന്നു വരുന്ന ക്രിക്കറ്റ് താരങ്ങൾക്കൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ട്രെയിനിങ്ങുകളും അവസരങ്ങളും കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവാണത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അക്കാഡമി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലോഞ്ചാണ് നടക്കുന്നത്. ഇനി അതിൻ്റെ ഭാഗമായിട്ട് തുടർന്നും ഒരുപാട് പ്രവർത്തനങ്ങൾ സഞ്ജു നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സംസാരിച്ചിടത്തോളം ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഗിവിങ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതും കൂടെ വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ അത് അദ്ദേഹം വളരെ വിഷനോടെ തന്നെ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ സഞ്ജുവിൻ്റെ ഈ ഇനിഷ്യേറ്റീവിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം റാഫേലേട്ടൻ്റെ ഫിലിം സിറ്റി, CG പാർക്ക്, മറ്റ് ഇനിഷ്യേറ്റീവ്സ് എല്ലാത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഒരിക്കൽ കൂടി നന്ദി. ഇങ്ങനൊരു വേദി ഇവിടെ ലഭിച്ചതിലും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് സുഹൃത്തുക്കളോടൊപ്പം വേദി പങ്കിടാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും സുഖമല്ലേ? ഈ വെയിലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരോടും സുഖമല്ലേ എന്ന് ചോദിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. എന്നാലും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മരണമാസം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു ഒരു പ്രൊമോഷൻ അതും കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ടൊവിയാണ്, ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസ്. അതുപോലെ അതിൻ്റെ കോ പ്രൊഡ്യൂസറാണ് റാഫേലേട്ടൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ വേദിയിലിരിക്കുന്ന ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ് മരണമാസം. അപ്പോൾ അത് പുതിയൊരു ഡയറക്ടറാണ്, ശിവപ്രസാദ് എന്ന് പറഞ്ഞ പുതിയൊരു സംവിധായകൻ്റെ സിനിമ കൂടിയാണ്. അപ്പോൾ അത് ഈ വരുന്ന ഏപ്രിലിൽ തിയേറ്ററുകളിലെത്തും. നിങ്ങളെല്ലാവരും പോയി കാണുക. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു. ഞാൻ പറഞ്ഞു എന്റെ മൈക്കിൽ ഇത്തിരി സൗണ്ട് വേണം, അല്ലെ ഒന്നും കേൾക്കത്തില്ല. ബിഫോർ ഫിനിഷിംഗ് ബേസിലായിട്ടിന്റെ ഒരു ഫസ്റ്റ് പോസ്റ്റർ നമ്മൾ എല്ലാവരും കണ്ടു. മരണമാസത്തിന്റെ ഭാഗമായിട്ട് പോസ്റ്റർ എങ്ങനെയാ? മരണമാസല്ലേ? നമ്മുടെ എല്ലാവരുടെയും ഫേസ്ബുക്ക് ആർക്കൈവ്സിലേക്ക് പുറകിലേക്ക് പോയാൽ ഇതേ ലുക്കിലുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളവരൊന്ന് കൈവക്കിയേ, ഒന്ന് കണ്ടേ. അതെ, ദാസേട്ടൻ കൈവക്കുന്നുണ്ട്. അവിടെയോ? അല്ലേ? ഉണ്ട്. നമ്മളെല്ലാരും ചെയ്തിട്ടുണ്ട്. ബേസിലായിട്ട് ഫേസ്ബുക്ക് ആർക്കൈവിലേക്ക് പോവുകയാണെങ്കിൽ അതേ ലുക്കിലുള്ള പിക്ചേഴ്സ് എവിടെയെങ്കിലും ഏത് വർഷത്തിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക? ഓഫ് കേരള ഇല്ല, ഞാൻ അങ്ങനെ സിനിമയിൽ ആദ്യമായിട്ട് കളറടിക്കുന്നത്. കാരണം ആർക്കൈവ്സിൽ പോയാലും ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പം എന്തായാലും ഇത് അതിലൊരു അവസരമായി ഒരു വെറൈറ്റി റോൾ. എനിക്ക് ഒരു ഒറ്റ ചോദ്യം, ലാസ്റ്റ് ചോദ്യം. ബേസിൽ നല്ലൊരു ക്രിക്കറ്റ് പ്രേമിയാണ്. സഞ്ജുവിന്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. നിങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കുന്ന വീഡിയോസ് ഒക്കെ വളരെ വൈറലാണ്. ഹാർഡ് കോർ ക്രിക്കറ്റ് ഫാനാന്ന് അറിയാം. മുമ്പ് തന്നെ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും. ഗോദ സിനിമ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷെ പ്രമേയം ഗുസ്തിയായിരുന്നു. ആഞ്ജനേയദാസ് ദോണ്ട് ഇരിക്കുന്ന ആഞ്ജനേയദാസ് ക്രിക്കറ്റ് പ്രമേയമാക്കി ഒരു ബേസിൽ ജോസഫ് മൂവി ക്യാൻ ബി എക്സ്പെക്ട്? അതൊരു ഒന്നൊന്നര ചോദ്യമായി. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇത് വളർന്നു വരുന്ന നല്ല ക്രിക്കറ്റ് കളിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണെന്നാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എനിക്കും എല്ലാ അവസരവും രാജസ്ഥാൻ റോയൽസ് ക്രിക്കറ്റ് ടീമിലോ ഞാൻ നന്നായിട്ട് ബോൾ ചെയ്യും, ബാറ്റ് ചെയ്യും. He's actually recommending. He's actually doing a recommendation. He's a good player. Kindly give him a chance in Rajasthan Royals. अच्छा बैट करेगा, बॉल भी करेगा, विकेट कीपर भी करेगा. अरे सब कुछ करेगा. सब कुछ करेगा. ഇപ്പൊ വെള്ളം കൊണ്ടു കൊടുക്കണമെങ്കിൽ അതും ചെയ്യാം. ആ ഒരു സ്പോണ്ടേനിയസ് ഡയലോഗിന് നന്ദി പറയാതെ ഞാൻ മാത്രമല്ല ഇന്നലത്തെ രഞ്ജി ട്രോഫി വെച്ച് പറയുകയാണെങ്കിൽ ഹെൽമെറ്റ് യൂസ് करके आपको विकेट भी देगा ഷോർട്ട് ലെഗ് പേ. എന്റെ വൈഫ് പറഞ്ഞത് ടോം ആൻഡ് ജെറി കണ്ട പോലായിരുന്നു പറഞ്ഞു. അതായത് ഇവിടുന്ന് പറഞ്ഞ അടിച്ച ഹെൽമെറ്റ് തെറ്റിട്ട് വേറെ സൽമാൻ
എന്തായാലും അതും ഭയങ്കര അഭിമാനമുള്ള ഒരു മൊമെന്റ് ആണ്. Yes. കേരള ക്രിക്കറ്റ് ടീം രഞ്ജി ട്രോഫി ഫൈനൽസിൽ എത്തുന്നു എന്ന് പറയുന്നത്. നമ്മുടെ പയ്യന്മാര് കളിച്ച് അവസാനം ഫൈനലിലെത്തി. ബേസിൽ ബ്രോ, ഒരു ചോദ്യം. നമ്മളുടെ കിക്ക് ചെയ്യാൻ പോകുന്ന സിനിമ സ്പോർട്സ് പ്രമേയമായ ഒരു സിനിമയാണ്. അതിനെ പറ്റിയിട്ട് അവർക്കൊരു വിശ്വസ് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ ആശംസകളും നേരുന്നു. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമകൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു അഡ്രിനാലിൻ റഷ് നമുക്ക് ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്ന സിനിമകളാണ് അങ്ങനത്തെ ഒരു ജോണറിൽ വരുന്ന സിനിമകൾ. തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഈ പറയുന്ന ഏത് സ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ സസ്പെൻസ് ആണ് വരും ഉടനെ തന്നെ. അപ്പോൾ അതൊരു 100 കോടി ക്ലബിൽ കയറട്ടെ. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു താങ്ക് യു സോ മച്ച്. താങ്ക് യു. വിഷ് യു ഗുഡ് ലക്ക്. മരണമാസം. താങ്ക് യു.